Dear students, welcome back to Microeconomics. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഡിമാൻഡ് കർവ്, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, then equilibrium conditions, then welfare effects of an economy. Then we also discuss about the effect of subsidy and the effect of tax on an economy. Okay. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ മാർക്കറ്റ്സിൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൊണോപ്പൊളി മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾ സാധാരണയായിട്ട് കുറേയധികം കേട്ടിട്ടുണ്ടാവും മൊണോപ്പൊളിയെ കുറിച്ചിട്ട് അല്ലെ. എന്താണ് മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് അതിനെ കുത്തക എന്ന് പറയാൻ സാധിക്കും. കുത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, ഒരു മാർക്കറ്റിനകത്ത് ഒരു മാർക്കറ്റ് മുഴുവനായും കൈയാളുന്ന അല്ലെങ്കിൽ മുഴുവൻ മാർക്കറ്റിന്റെ കൺട്രോൾ ഒരാളുടെ മേൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റ് ഈസ് കാൾഡ് മൊണോപ്പൊളി അല്ലെ. അപ്പോ ഈ മൊണോപ്പൊളി എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അല്ല, മൊണോപ്പൊളി എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. ദെൻ സോഴ്സസ് ഓഫ് മൊണോപ്പൊളി, ഹൗ ദ മൊണോപ്പൊളീസ് ആർ ഫോംഡ് അല്ലെ, എങ്ങനെയാണ് ഇത്തരത്തിലുണ്ടാവുന്ന കുത്തക മാർക്കറ്റുകൾ, കുത്തക കമ്പോളങ്ങൾ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ കർവ് ഓഫ് എ മൊണോപ്പൊളി അല്ലെ. അതായത് ഒരു മൊണോപ്പൊളി മാർക്കറ്റിലെ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ കർവ് എങ്ങനെയാണ് ഫോം ചെയ്യാറുള്ളത്. ആവറേജ് റവന്യൂ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആവറേജ് റവന്യൂ ഇസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷണൽ റവന്യൂ ബൈ സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഈ ആവറേജ് റവന്യൂ കർവും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവും എങ്ങനെയാണ് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ പഠിക്കുന്നത്. ദെൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്വിലിബ്രിയം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചതുപോലെ തന്നെ ഒരു മൊണോപ്പൊളി ഫേമിന്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എങ്ങനെ ഫോം ചെയ്യുന്നു, ലോങ് റൺ ഇക്വിലിബ്രിയം എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ദെൻ സപ്ലൈ കർവ് ഓഫ് എ മൊണോപ്പൊളിസ്റ്റ്, ഒരു മൊണോപ്പൊളി മാർക്കറ്റിലെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ദെൻ ദ മൾട്ടി പ്ലാൻ ഫേം, then monopoly power, measuring of monopoly power. then monopoly power എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിനകത്ത് ഈ ഒരു കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻറ്റയർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ശക്തിയുണ്ട്, ആ ഒരു മാർക്കറ്റിന് എത്ര ശക്തിയുണ്ട് എന്നുള്ളതാണ് മൊണോപ്പൊളി പവറിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് കുറച്ചധികം ഇൻഡെക്സുകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മാർക്കറ്റിലെ മൊണോപ്പൊളി പവർ മെഷർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുള്ള കുറേയധികം ഇൻഡെക്സുകളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ ലേണേഴ്സ് ഇൻഡെക്സ്, അതുപോലെ തന്നെ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൊണോപ്പൊളി, റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. അതായത് മൊണോപ്പൊളി ആയതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മുഴുവൻ കൺട്രോൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. ഏത് ഉൽപ്പന്നമാണോ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, മൊണോപ്പൊളി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഫുൾ കൺട്രോൾ ഓൺ പ്രൈസ് ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് മൊണോപ്പൊളിസ്റ്റ്. ഓക്കെ, അപ്പോ അത്തരത്തിൽ വരുന്ന സമയത്ത് അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ക്രിമിനേഷൻ, അതായത് വിലയില് വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ വില ചുമത്തുന്ന ആ ഒരു രീതി. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ്, ഏതൊക്കെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡംപിംഗ്. ഇന്റർനാഷണൽ മാർക്കറ്റ് വരുന്ന സമയത്ത് ചില രാഷ്ട്രങ്ങൾ ചിലപ്പോൾ ചില കമ്മോഡിറ്റീസിന്റെ കാര്യത്തിൽ എന്താണ് മൊണോപ്പൊളീസ് ആയിട്ട് മാറാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം മൊണോപ്പൊളീസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡംപിംഗ് എന്താണ്. ദെൻ ടു പാർട്ട് താരിഫ്, ടൈയിങ് ആൻഡ് ബണ്ടിലിംഗ്, പീക്ക് ലോഡ് പ്രൈസിംഗ്, മൊണോപ്സണി ആൻഡ് ബൈലാറ്ററൽ മൊണോപ്പൊളി. ഇത് രണ്ട് സിറ്റുവേഷൻസ് ആണ്. ഒരു മൊണോപ്പൊളി ഫേമിന്റെ രണ്ട് സിറ്റുവേഷൻ, മൊണോപ്സണി ആൻഡ് ബൈലാറ്ററൽ മൊണോപ്പൊളി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു മൊണോപ്പൊളി എന്താണ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, meaning of monopoly. A monopoly is an industry with a single firm in which the entry of new firms is blocked. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഈ ഒരു മാർക്കറ്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് ഒരു ഫേം, എന്താണ് ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ സ്മോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആർ കാൾഡ് ഫേംസ് അല്ലെ. വാട്ട് ഈസ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി മീൻസ് ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് എന്താണ്, ഒരു കൂട്ടം ഫേമുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മൊണോപ്പൊളിയുടെ കാര്യത്തിൽ എന്താ, മൊണോപ്പൊളി ഈസ് എൻ ഇൻഡസ്ട്രി വിത്ത് എ സിംഗിൾ ഫേം ഇൻ വിച്ച് ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഈസ് ബ്ലോക്ക്ഡ് അല്ലെ. അതായത് ഒരൊറ്റ ഫേം ഉണ്ടായിരിക്കുള്ളൂ, ആ ഒരു ഒറ്റ ഫേം പുതിയ ഫേമുകളുടെ എൻട്രി ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിലനിൽക്കും. ദാറ്റ് ഈസ് കാൾഡ് ദ മൊണോപ്പൊളി. ഓക്കെ,
such a market has only one seller but has many buyers. Okay, അപ്പൊ ഈ ഒരു മാർക്കറ്റിനകത്ത് എന്താണ്, ഒരു കമ്മോഡിറ്റി, ഒരു സെല്ലർ, then but has many buyers, അല്ലെ, കുറെ അധികം വാങ്ങലുകാർ അവിടെ ഉണ്ടായിരിക്കും. Then the monopolist is the market and completely controls the amount of output offered for sale. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, അവിടെ കമ്മോഡിറ്റിയുടെ മുഴുവൻ വിലയിൽ വരുന്ന വ്യത്യാസങ്ങൾ മുഴുവൻ കൺട്രോളും ആരുടെ കയ്യിലാണ്, ഈ മൊണോപ്പൊളിസ്റ്റിന്റെ കയ്യിലാണ് നിലനിൽക്കുന്നത്. അപ്പോ ഇത്രയൊക്കെ മനസ്സിലാക്കിയത് നമുക്ക് മൊണോപ്പൊളി എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് മൊണോപ്പൊളി? Monopoly is a market situation in which there is a single seller for a single commodity. Okay, there is a single seller for a commodity. അല്ലെ, ഒരു ഉൽപ്പന്നത്തിന് ഒരു വിൽപ്പനക്കാരൻ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ that kind of market or that kind of industry is called monopoly. Okay, so ഇത് ഒന്നുകൂടി നോക്കി വെക്കാം. Monopoly is an industry with a single firm in which the entry of new firms is blocked. അല്ലെ, ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, പുതിയ ഫേമുകൾക്കൊന്നും ആ ഒരു മാർക്കറ്റിനകത്ത് കടന്നു വരാനായിട്ട് സാധിക്കില്ല. അതായത് അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും ഇത്തരത്തിലുള്ള മൊണോപ്പൊളി ഫേംസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. Then such a market has only seller but has many buyers. അല്ലെ, only one seller, അതായത് ഒരു വിൽപ്പനക്കാരൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. The monopolist is the market and completely controls the amount of output offered for sale. അതേപോലെ തന്നെ ആ ഒരു മാർക്കറ്റിൽ വിൽപ്പന ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റീസിന്റെ പ്രൈസിൽ മുഴുവൻ കൺട്രോളും ആർക്കാണുള്ളത്, അവരൊറ്റ ഫേമിനായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, then what is a pure monopoly? A pure monopoly may be defined as an industry with a single firm that produces a product for which there are no close substitutes and which significant barriers to entry prevent other firms from entering the industry to compete for profits. Okay, then three conditions are necessary for pure monopoly to exist. അതായത് ഒരു monopoly market എന്ന് പറയുന്നത് പ്യുവർ മൊണോപ്പൊളി ആണ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതാണ്. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. എ സിംഗിൾ പ്രൊഡ്യൂസർ ഓർ സെല്ലർ ഓഫ് എ പ്രൊഡക്റ്റ്. അല്ലെ, അതായത് ഒരു ഉൽപ്പന്നത്തിന്, ആ ഒരു പ്രൊഡക്റ്റിന് ഒരു സെല്ലർ അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, then there are no clause substitute for the products. There are no clause substitutes. What is substitutes? അതായത് ഒരു കമ്മോഡിറ്റിക്ക് വരെ മറ്റൊരു കമ്മോഡിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ that is called substitute. ഇപ്പൊ നമുക്ക് സാധാരണയായിട്ടൊക്കെ പറയാറുണ്ട് അല്ലെ, ഇപ്പൊ നമുക്ക് രാവിലെ ഒരു കപ്പ് ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, കാപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താ, there is a clause substitute. ചായക്ക് പകരമായിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാപ്പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ അത്തരത്തില് ഒരു കമ്മോഡിറ്റിക്ക് പകരമായിട്ട്, ഒരു മൊണോപ്പൊളിസ്റ്റ് വിൽക്കുന്ന ഒരു കമ്മോഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം വെക്കാനായിട്ട് മറ്റൊരു കമ്മോഡിറ്റി ഉണ്ടായിരിക്കില്ല. That is the another condition. Okay, then there exists strong barriers to the entry into the industry. Okay, there exist strong barriers. അതായത് പുതിയ മാർക്കറ്റ്, പുതിയ ഫേമുകൾ ഈ ഒരു മാർക്കറ്റിലേക്ക് കടന്നു വരുന്നതിന് വലിയ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എടുക്കുന്ന സമയത്ത് എന്താ, അവിടെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് നിലനിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് പുതിയ ഫേമുകൾക്ക് കടന്നു വരികയും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നം നിർത്തിയിട്ട് പുറത്തു പോകാനുള്ള അവസരമുണ്ട്. അതേപോലെ ഒരു അവസരം എവിടെ ഇല്ല, മൊണോപ്പൊളി മാർക്കറ്റിൽ ഇല്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എൻട്രൻസിനെ അല്ലെങ്കിൽ ന്യൂ എൻട്രൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൈസ് സ്ട്രാറ്റജീസ് ഒക്കെ ആര് ഫോം ചെയ്യാം, ഈ മൊണോപ്പൊളിസ്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് ഫോം എന്ന് പറയാം, ആ ഒരു മാർക്കറ്റ് പ്യുവർ മൊണോപ്പൊളി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കണ്ടീഷൻസ്? എ സിംഗിൾ പ്രൊഡ്യൂസർ ഓർ എ സിംഗിൾ സെല്ലർ ഓഫ് എ പ്രൊഡക്റ്റ്. അല്ലെ, ഒരു ഉൽപ്പന്നത്തിന് ഒരു പ്രൊഡ്യൂസറോ ഒരു സെല്ലറോ മാത്രം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Then there are no clause substitute for the product. അല്ലെ, ആ ഒരു ഉൽപ്പന്നത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട് അതിന് പകരം വെക്കുന്നതിനായിട്ടുള്ള കമ്മോഡിറ്റീസ് ഒന്നും ആ ഒരു മാർക്കറ്റിനകത്ത് ഉണ്ടായിരിക്കില്ല. Then there exist strong barriers to the entry of new industry. അല്ലെ, കുറേയധികം ബാരിയേഴ്സ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൊണോപ്പൊളിക്ക് നമ്മളുടെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പോ നമ്മൾ സാധാരണയായിട്ട് മൊണോപ്പൊളി പറയുമ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കും KSEB അല്ലെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് KSEB ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഒരു മൊണോപ്പൊളി ആയിട്ട് മാറുന്നത്? അതായത് കേരളത്തിലെ ജലവൈദ്യുതി അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ആകെ ഒരൊറ്റ പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമേ, ദാറ്റ് ഈസ് KSEB. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സോളാറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജലവൈദ്യുതിയിൽ ഒരു മൊണോപ്പൊളിയാണ് KSEB എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ,
Then എങ്ങനെയാണ് ഈ ഒരു മൊണോപ്പൊളി ഫേമിനകത്ത് അല്ലെങ്കിൽ മൊണോപ്പൊളി മാർക്കറ്റിനകത്ത് ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആവറേജ് റവന്യൂ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വാട്ട് ഈസ് ആവറേജ് റവന്യൂ? അതായത് ശരാശരി വരുമാനം. ശരാശരി വരുമാനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആവറേജ് റവന്യൂ അല്ലെ എന്താണ്? ഇറ്റ് ഈസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് അല്ലെ. ഒരു എത്ര ഔട്ട്പുട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു അല്ലെ. ടോട്ടൽ റവന്യൂവിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? വിറ്റ ഔട്ട്പുട്ടിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമാന്ത വരുമാനം എന്ന് പറയും അല്ലെ. സീമാന്ത വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് അഡീഷണൽ ആയിട്ട് വിൽപ്പന നടത്തുമ്പോൾ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന വരുമാനത്തെയാണ് സീമാന്ത വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളും മൊണോപ്പൊളി മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളി, one firm constitute the whole industry. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലും ഫേം എന്ന് പറഞ്ഞാലും എന്താണ്? ഇറ്റ് ഈസ് സെയിം അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളി മാർക്കറ്റിൽ ഇൻഡസ്ട്രിയും ഫേമും സെയിം ആണ്. The entire demand of the consumers for a product faces the monopolist, since the demand curve of the consumer for a product slopes downward. Okay, അതായത് ഇൻഡസ്ട്രിയും ഫേമും ഒന്നുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ ഉള്ള ഡിമാൻഡ്, ഇന്ത്യ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ മൊണോപ്പൊളിസ്റ്റ് അല്ലെ. ഇത്ര ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ആ ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ ഡിമാൻഡ് തന്നെ, ടോട്ടൽ ഡിമാൻഡ് തന്നെയാണ്. ഓക്കെ, സിൻസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. The monopolist faces a downward sloping demand curve. If he wants to increase the sales of his good, he must lower the price. Demand curve facing the monopolist will be his average revenue. Okay. അപ്പോ മൊണോപ്പൊളി മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് നിലനിൽക്കുന്നത് അല്ലെ. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ വർദ്ധിക്കും, ദെൻ പ്രൈസ് കൂടി കഴിഞ്ഞാൽ കൺസംഷൻ കുറയും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു മൊണോപ്പൊളിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. നമ്മള് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടു. ഇറ്റ് ഈസ് എൻ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഡിമാൻഡ് കർവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൊണോപ്പൊളിയിൽ എന്താ? ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അതായത് പ്രൈസ് കൂടുതലായിരിക്കുന്ന സമയത്ത് ആളുകൾ കൺസംഷൻ കുറയുകയും പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വീട്ടിലൊക്കെ കറണ്ട് ബില്ല് ധാരാളമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം കൺട്രോൾ നമ്മൾ വെക്കും അല്ലെ. അതായത് ഇത്ര സമയം ഉപയോഗിച്ചാൽ മതി അല്ലെ, ആ സമയത്തിന് ശേഷം ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കൺട്രോളുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ചാർജ് കൂടിയത് കൊണ്ട് അവിടെ കൺസംഷൻ കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഡിമാൻഡ് കർവ് എന്താണ്? ഒരു മൊണോപ്പൊളിയുടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അപ്പോ ഈ ഡിമാൻഡ് കർവ് തന്നെയാണ് ഒരു മൊണോപ്പൊളി ഫേമിന്റെ ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നത്. Okay, the demand curve facing the monopolist will be the average revenue curve. Thus, the average revenue curve of a monopolist slopes downwards to its length. Okay, അപ്പോ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് തന്നെയാണ്. സോ ഡിമാൻഡ് കർവ് ആൻഡ് ആവറേജ് റവന്യൂ കർവ് ആർ ദ സെയിം അണ്ടർ മൊണോപ്പൊളി. It is a downward sloping curve. Then next is marginal revenue. Marginal revenue is the change in total revenue that results from a unit change in output. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഇറ്റ് ഈസ് ദ അഡീഷണൽ റവന്യൂ ബൈ സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് എൻ ഔട്ട്പുട്ട്. ഒരു ഉൽപ്പന്നം അധികമായിട്ട് വിൽക്കുന്ന സമയത്ത് അധികമായിട്ട് ലഭിക്കുന്ന വരുമാനമാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് കർവ് ഫേസിംഗ് ദ മോണോപ്പൊളിസ്റ്റ് വിൽ ബി ഹിസ് ആവറേജ് റവന്യൂ. Since the average revenue curve slopes downwards, the marginal revenue will be lie below. Okay, average revenue downward sloping ആണ്. അത് ഡിമാൻഡ് കർവ് തന്നെയാണ് ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നത്. Then marginal revenue curve എന്ന് പറയുന്നത് എന്തായിരിക്കും? It lie below it. അല്ലെ, ആവറേജ് റവന്യൂ കർവിന് താഴെയായിരിക്കും മാർജിനൽ റവന്യൂ കർവ് ഉണ്ടായിരിക്കും. Okay, that is the marginal revenue will be less than the price or average revenue. അതെന്തുകൊണ്ടാണ് ഈ ഒരു മാർജിനൽ റവന്യൂ കർവ് ആവറേജ് റവന്യൂ കർവിന് താഴെ വരുന്നത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് അധികമായിട്ട് വിൽപ്പന നടത്തുന്ന ഇതിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ ദ പ്രൈസ് ഫോർ ആവറേജ് റവന്യൂ അല്ലെ. അത് ആവറേജ് റവന്യൂവിനും അതുപോലെ തന്നെ പ്രൈസിനും താഴെ ആയിരിക്കും, കുറവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആവറേജ് റവന്യൂ അതുപോലെ തന്നെ മാർജിനൽ റവന്യൂവിനെ കുറിച്ചിട്ട് നമുക്ക് മൊണോപ്പൊളിയുടെ ആവറേജ് റവന്യൂ അതുപോലെ തന്നെ മാർജിനൽ റവന്യൂവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ദ ഡിമാൻഡ് കർവ് ഓഫ് എ മൊണോപ്പൊളി ഈസ് ഓൾസോ നോൺ ആസ് ദ ആവറേജ് റവന്യൂ കർവ്. ഓക്കെ, ദെൻ മാർജിനൽ റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡീഷണൽ റവന്യൂ ആണ്. ഈ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ കർവിന് താഴെയായിട്ടാണ് വരിക. എന്തുകൊണ്ടാണ്? മാർജിനൽ റവന്യൂ പ്രൈസിനേക്കാൾ കുറവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ കർവ്സ് ഓഫ് എ monopoly.
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ഒരു മൊണോപ്പൊളി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അവിടെ ഒരു മൊണോപ്പൊളി ഫേം ഇൻഡസ്ട്രിയുടെ പ്രത്യേകതകൾ പറഞ്ഞു, അതുപോലെ തന്നെ എങ്ങനെയാണ് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഈ ഒരു മൊണോപ്പൊളി ഫേമിൽ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു മൊണോപ്പൊളിയുടെ ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.